ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഒറ്റപ്പാലം നഗരസഭ തുടർച്ചയായ രണ്ടാം തവണയും വനിത ഭരിക്കും. വനിതാ സംവരണത്തിന്റെ തുടർച്ചയായി ഇത്തവണ അധ്യക്ഷ സ്ഥാനം പട്ടികജാതി സ്ത്രീ സംവരണമായതോടെയാണ് ഇത്. നഗരസഭയുടെ 3 പതിറ്റാണ്ട് നീണ്ട ചരിത്രത്തിലെ 6ാമത് വനിതാ അധ്യക്ഷയാണ് ഇനി ചുമതലയേൽക്കാൻ ഇരിക്കുന്നത്. ആദ്യ SC വനിതയും വരാനിരിക്കുന്ന അധ്യക്ഷയാണ്. 1995 KN സുമയായിരുന്നു നഗരസഭയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി. UDF ആദ്യമായി ഭരണം പിടിച്ച 2010 റാണി ജോസ് ചെയർപേഴ്സണായി. അവിശ്വാസ പ്രമേയങ്ങളും അട്ടിമറികളും കണ്ട 5 വർഷത്തിനിടെ മറ്റു 2 വനിതകൾ കൂടി അധ്യക്ഷരായി ചുമതലയേറ്റു. CPM പിന്തുണയോടെ 2012 കോൺഗ്രസ് വിട്ട P പാറുക്കുട്ടി ചെയർപേഴ്സണായി. ഇവർ ഉൾപ്പെടെ കോൺഗ്രസ് വിമതരായി മാറിയ 3 പേർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യത കൽപ്പിച്ചതോടെ 2013 CPMലെ P സുബൈദ ചെയർപേഴ്സണായി ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കി. 2020 CPM ഭരണസമിതിയുടെ അമരത്ത് K ജാനകി ദേവി എത്തി. പുതിയ ചെയർപേഴ്സൺ പട്ടികജാതി സ്ത്രീ സംവരണമായതോടെ തോട്ടക്കര പല്ലാർമംഗലം വാർഡുകളിൽ മത്സരം കടുക്കും. ജനറൽ സീറ്റുകളിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് അവസരം നൽകി മുന്നണികൾക്ക് സുരക്ഷിതരാകാമെങ്കിലും ഈ 2 വാർഡുകളിലാണ് പട്ടികജാതി സ്ത്രീ സംവരണം. 36 വാർഡുകളുണ്ടായിരുന്ന നഗരസഭയിൽ ഇപ്പോൾ 39 വാർഡുകളാണുള്ളത്. ഇതിന്റെ ഭാഗമായി വാർഡുകളുടെ അതിർത്തികളിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും തോട്ടക്കര നിലവിൽ CPMന്റെയും പല്ലാർമംഗലം വാർഡ് കോൺഗ്രസിന്റെയും കൈവശമാണ്. സംവരണ തിരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള ആളുകളെ കൂടി നിശ്ചയിച്ച് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. നഗരസഭയിൽ കൂടുതൽ സീറ്റ് നേടുകയും പട്ടികജാതി സ്ത്രീ സംവരണ വിഭാഗത്തിൽ കൗൺസിലർ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഭരണം നഷ്ടമാകുമെന്ന സാഹചര്യമാകും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.